ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? കുറേ നാളായി ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കടയിൽ പോയി ചിക്കൻ കഴിച്ചു തുടങ്ങി. ചിക്കൻ കഴുകി അപ്പുറത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയും പിഴിഞ്ഞ് പരത്തിയോടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വഴഞ്ഞു വരും. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായി ഇളക്കി മറിച്ച് അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. നന്നായിട്ട് വഴറ്റി വെക്കണം കേട്ടോ. വിറകടുപ്പുമ്പോൾ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, വേഗം വഴന്ന് കിട്ടും. അതായത് ഇങ്ങനെ നന്നായിട്ട് മിക്സായി പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഗ്യാസ് അടുപ്പുമ്പോൾ വെക്കണ പോലെയല്ല, പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല നല്ല പരിവാക്കി എടുക്കുക. നല്ലോണം തീ കത്തുന്നുണ്ട്, അത് കാരണം നല്ല ചൂടുണ്ട് ചുറ്റും. നല്ല ചൂടുണ്ട് പുറത്ത്, അതിൽ കൂടുതൽ ചൂട് ഇവിടെയുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള മല്ലിയിലും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. എനിക്ക് തോന്നുന്നു ഈ പരുവത്തിൽ കുറച്ച് മല്ലിയിലിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല രസമാണല്ലോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകും മല്ലിയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി മറിക്കുക. ഞാനിവിടെ മുളകും മല്ലിയും കുറച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ചൂടാക്കി ഇട്ടാൽ ഒരു പ്രത്യേക രസമാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, ഏതായാലും കുഴപ്പമില്ല, രണ്ടും ഇട്ടാൽ രസമാണ്. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരൊക്കെ പരട്ടി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലിട്ടിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓയിലിൻ്റെ കുറച്ച് കുറവ് കണ്ടപ്പോൾ ഒന്ന് ഓയിൽ ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മറിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി മറിക്കുക. നന്നായിട്ട് ഇളക്കി മറിക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് യോജിക്കും എല്ലാ ഭാഗവും കൂടിയിട്ട്. ഇനി കുറച്ച് നേരം ആ തീയിൽ ഇങ്ങനെ കിടന്നാൽ ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം മൂടി വന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടും. നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുക ഒന്നും വേണ്ട, ചിക്കനിൽ തന്നെ വെള്ളം മൂടി അത് ആ സെറ്റായി കിട്ടും കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി മറിച്ച് കണ്ട ചിക്കനിലെ വെള്ളം ഊറി വന്നിട്ടുള്ള ആ ഒരു പരിവാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നന്നായിട്ട് ഇളക്കി മറിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാലയുടെ അല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇങ്ങോട്ട് മറിക്കാം. അങ്ങനെ നല്ല രസത്തിൽ ചിക്കൻ കറി കിട്ടും കേട്ടോ. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ആവി പറക്കണ പോലെ തന്നെ നല്ല മണമുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. വിറകടുപ്പുമ്പോൾ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്, അത് ഗ്യാസ് അടുപ്പുമ്പോൾ വയ്ക്കുമ്പോൾ കിട്ടില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒന്നും കൂടി അങ്ങനെ നല്ലതായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള നല്ല ചിക്കൻ കറി റെഡിയായി.